ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയസ്സന്മാരായ ആളുകളോട് നിങ്ങൾ കൂടുതൽ ബഹുമാനം കാണിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ താലോലിക്കണം, അവരെ ചിരിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയസ്സന്മാര് വീട്ടിലുണ്ടാകുക എന്നുള്ളത് ബർക്കത്താണ്. ആ ഹദീസ് ഏതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് വിശുദ്ധമായ ബുഖാരിയിലുമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അൽ ബറകത്തു മഅ കാബിരിക്കും. അൽ ബറകത്തു, അൽ ബറകത്തു, ബർക്കത്തിലെ അറിയപ്പെട്ട അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീടുകളിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നത് മഅ കാബിരിക്കും, നിങ്ങളുടെ കൂടെയുള്ള വയസ്സന്മാരായ ആളുകളോടുകൂടെയാണ്. എന്ന് പറഞ്ഞാൽ വയസ്സന്മാരുള്ള, വൃദ്ധന്മാരുള്ള, അതുപോലെ തന്നെ വയസ്സത്തിമാരായ ഉമ്മമാര്, വല്യമ്മമാരുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പ്രയാസം ഉണ്ടാവില്ല. അൽ ബറകത്തു മഅ കാബിരിക്കും, നിങ്ങൾക്കുള്ള ബറക്കത്ത് നിങ്ങളുടെ വയസ്സന്മാരോടുകൂടെയാണ്. എന്ന് പറഞ്ഞാൽ വയസ്സന്മാരായ വല്യപ്പമാർ, വല്യമ്മമാർ, വയസ്സായ ഉമ്മമാർ, വയസ്സായ ഉപ്പമാർ, അവരോടുകൂടെയാണ് നിങ്ങളുടെ ബറക്കത്ത്. ഇന്ന് ആ ബറക്കത്തൊന്നും നമുക്ക് വേണ്ട. ആ ബറക്കത്ത് നമ്മൾ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഇവിടെ വരും, സുഖം ഉണ്ടാവില്ല, എന്നും പ്രയാസം, എന്നും ബുദ്ധിമുട്ട്, കച്ചവടത്തിലാണെങ്കിൽ ഇടിവ്, ബിസിനസ് തകർന്നു പോവുക, മനസ്സിനൊരു സന്തോഷം കിട്ടണില്ല. എന്നിട്ട് സകല മൂല്യന്മാരെടുത്തു പോവുക. എന്നിട്ട് അവിടെ നിന്നൊക്കെ പറയാ സിഹ്റാണ്, കണ്ണേറാണ്, മൂക്കേറാണ്. സുബ്ഹാന ജല്ല ജലാലു. അതൊന്നുമല്ല. എന്തേ കാരണം? ആ ബറക്കത്ത് വല്യമ്മാന്റെ കൂടെയാണ്. എന്റെ ഉമ്മമാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? തറവാട്ടിലുണ്ടാവും വല്യമ്മമാര്, വല്യാപ്പമാര്. വീട്ടിലൊന്നും ചിലപ്പോൾ ബർക്കത്ത് ഉണ്ടാവില്ല, ചിലപ്പോൾ റാഹത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വീട്ടുകാരെന്താ ചെയ്യേണ്ടതെന്നറിയോ? അയൽവക്കത്തൊന്ന് പോവുക. അയൽവക്കത്ത് എന്ന് പറഞ്ഞാൽ അയൽവക്കത്ത് നമ്മുടെ തറവാടായിരിക്കും, നമ്മുടെ മൂത്ത മരോളാണ്. നമ്മൾ മൂത്ത മരോൾ ഇവിടെ വന്നതാണ്, വീടെടുത്ത് പോയതാണ്. ഈ വീട്ടിൽ ബർക്കത്ത് വേണോ? തറവാട്ട് പോവുക, വല്യമ്മാനും കൂട്ടി ഇങ്ങോട്ട് വരിക. എന്നിട്ട് ആ വല്യമ്മാനെ ഒരു 3-4 ദിവസം ഇങ്ങനെ നോക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. അൽ ബറകത്തു മഅ കാബിരിക്കും, നിങ്ങളുടെ കൂടെയുള്ള വയസ്സന്മാരോട് കൂടെയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യുജില്ല കബീറനാ വയർഹം സഗീറനാ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, വയസ്സന്മാരായ ആളുകളെ ബഹുമാനിക്കാത്തവര്, ചെറിയ കുഞ്ഞുമക്കളോട് സ്നേഹം കാണിക്കാത്തവര്, അവർ എന്നിൽപ്പെട്ടവരെയല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ എന്നിൽപ്പെട്ടവരെയല്ല. എന്ത്? വയസ്സന്മാരെ ബഹുമാനിക്കാത്തവർ. കാരണം വയസ്സന്മാർ നമ്മുടെ വീടിന്റെ ബർക്കത്താണ്. വയസ്സന്മാർ നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ്, ആനന്ദമാണ്. അവരെ ബഹുമാനിക്കണം. കുരുത്തക്കേട് വാങ്ങരുത്. കുരുത്തക്കേട് വാങ്ങിയ അതിലും വലിയക്കാണ്. അതായത് പിന്നെ സംഗതി സാധനം നല്ലതാവും, പക്ഷെ അത് പ്രയാസപ്പെടുത്തും. അതിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് നല്ലതാണല്ലേ, വെളിച്ചം കിട്ടാൻ ഫാനല്ലേ, അതിന് മേലെ ഇടക്കിടക്കൊന്ന് തൊട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കണ്ണ് കൈയിട്ട് താക്കി ഇങ്ങനെ കാക്കിയാൽ അത് പിന്നെ കറണ്ട് അടിച്ച് ഷോക്ക് കൊടുത്ത് പ്രയാസപ്പെടൂലേ. വയസ്സന്മാരായ ആളുകളെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കണം, സ്നേഹിക്കണം. അവരെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുരുത്തക്കേടായി മാറും. ബഹുമാനിക്കാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂന്നാമത്തെ ഒരു ഹദീസ്, വയസ്സന്മാരായ ആളുകള് താടി രോമം നരച്ചിട്ടുണ്ടാവും, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അവരെ ബഹുമാനിക്കണം, അവരെ വല്ലാതെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, വയസ്സന്മാരായ ആളുകളെ നിങ്ങളുടെ തലമുടികളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ തലമുടികൾ നരച്ചു കഴിഞ്ഞാൽ ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൻ യൗമൽ ഖിയാമ. നിങ്ങളുടെ തലയിൽ നരച്ചതായ നരയുണ്ടല്ലോ, അത് നിങ്ങൾ പറിച്ചു കളയാൻ പാടില്ല. അത് ആഖിറത്തിൽ പ്രകാശമാണ്. ആഖിറത്തിൽ ഖബറിൽ മഹ്ശറയിൽ അതൊക്കെ ഒരു പ്രകാശമാണ്. വമൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കുതിബ ലഹു ബിഹാ ഹസന. അല്ലാഹ്, എന്തോ ഒരു ഹദീസാണ് പഠിച്ചോനെ.
റഹ്മാനായ റബ്ബേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുസ്ലിമായിരിക്കവേ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം നരച്ചു കഴിഞ്ഞാൽ, ഒരു രോമം നരച്ചാൽ, വമൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കുതിബ ലഹു ബിഹാ ഹസന, ആ ഒരു നരക്ക് അല്ലാഹു ഒരു നന്മയെ എഴുതി വെക്കും, ഒരു നന്മ എഴുതി വെക്കും. വഹുത്ത അൻഹു ബിഹാ ഖതിയ, ഒരു ദോഷത്തിന് അല്ലാഹു പുറത്തു കൊടുക്കും. വറഫിഅ ലഹു ബിഹാ ദറജ, അല്ലാഹു ഒരു പദവിയെ ഉയർത്തുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും നരയെ പേടിയാണ്. നാല് ഇസ്ലാമിൽ നര എന്ന് പറയുന്നതിന് വലിയ സ്ഥാനമുണ്ട്. അതിന്റെ അർത്ഥം പഠിച്ചോനെ നരച്ചു കിട്ടിയാൽ മതി എന്നല്ല. നര വന്നു ഇസ്ലാമിലായിട്ട്, വയസ്സായിട്ടോ അല്ലെങ്കിൽ വയസ്സല്ലാതെയോ നര വന്നു. ആ നര എന്ന് പറയപ്പെടുന്ന സംഗതി ഒരു നന്മ അള്ളാഹുവിന്റെ ഏടിൽ എഴുതി വെക്കും. 2, ഒരു ദോഷം അള്ളാഹു പുറത്തു കൊടുക്കും. 3, ഒരു ദറജയെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ തലയും താടിയും ഒക്കെ നരച്ച വയസ്സന്മാരുടെ അവര് പോലും അറിയാതെ ഇഷ്ടം പോലെ നന്മകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വയസ്സന്മാരെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. അവരുള്ള വീടുകളിലാണ് ബർക്കത്ത് നിലനിൽക്കുന്നത്. അവരെ ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനേ അല്ല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ പാഠം ഇതാണ്. വയസ്സന്മാരെ വേദനിപ്പിക്കരുത്. തലയിലും താടിയിലും നരച്ചു നിൽക്കുന്ന നര അതവർക്കൊരു ഒരു നന്മയും ഒരു ദോഷം പൊറുക്കലും ഒരു ദറജയുമാണ്. അങ്ങനെ തലയും താടിയും നരച്ച വയസ്സന്മാരായ ആളുകളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരുള്ള സ്ഥലത്തിൽ ബർക്കത്തുണ്ട്. അവരെ വേദനിപ്പിക്കുന്നവർ ഇസ്ലാമിൽപ്പെട്ടവനെ അല്ല. ഇതാണ് ഇന്നത്തെ പാഠം. അവരെ ബഹുമാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നൂറെ ജമീർ കഴിഞ്ഞ് ഈ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ, ഈ വിശുദ്ധമായ പരിപാടി അവസാനിക്കുമ്പോൾ, ഒരു 3 സ്വലാത്ത് ചൊല്ലി പിരിയുമ്പോൾ, ഒരു വയസ്സായ ഒരു വല്യമ്മാനെ, ഒരു വയസ്സായ നമ്മുടെ വയസ്സായ വല്യമ്മാനെ, നമ്മുടെ വയസ്സായ ഉപ്പച്ചിനെ, നമ്മുടെ വയസ്സായ ഉമ്മച്ചിനെ ഒരു സലാം പറഞ്ഞു ഒന്നവർക്കൊരു ചുംബനം കൊടുത്ത് അവരെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കണം. സ്നേഹമുള്ള വീടാവണം നമ്മളെ നൂറെ ജമീർ വീട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.